ഗായത്രിയമ്മയുടെ ഒരു സാധനവും ബ്രോയ്ക്ക് കൊടുക്കാൻ അമ്മ സമ്മതിക്കില്ല. ഇത് വിശാൽ ബ്രോയുടെ കയ്യിലെത്തണം. അതിനാ ഞാനിത് ഒളിപ്പിച്ചു വെച്ചേ. അത് നന്നായി ഗാർഗി. പ്രഭാവതിയുടെ കയ്യിലെങ്ങാനും ഇത് കിട്ടിയിരുന്നെങ്കിലേ വെട്ടിക്കേറി കത്തിച്ചു കളഞ്ഞാന്. വിശാലിന് കൊടുക്കാൻ സ്നേഹത്തോടെ ഗായത്രി ചേച്ചി മാറ്റിവെച്ച സമ്മാനമല്ലേ ഇത്? ഇനി ഈ സമ്മാനമേ വിശാൽ ബ്രോയ്ക്ക് സമ്മാനിക്കേണ്ടത് പാർവതിയാ. അമ്മ കരുതി വെച്ച സ്നേഹ സമ്മാനം അതേ സ്നേഹത്തോടെ മകന് സമ്മാനിക്കാൻ കഴിയുന്നതേ ഒരു ഭാഗ്യം. കണ്ടതാ, ഞാൻ ശരിക്കും കണ്ടതാ. പക്ഷേ അവിടെ നോക്കാൻ പോയപ്പോ അതവിടെ ഇല്ല. ഞാനങ്ങോട്ട് ചെല്ലുന്ന കണ്ടിട്ട് ആരെങ്കിലും അതെടുത്ത് മാറ്റിയിട്ടുണ്ടാവും. എന്റെ തോന്നലൊന്നുമല്ല, ഞാനത് വ്യക്തമായിട്ട് കണ്ടത് തന്നെയാണല്ലോ. ചേച്ചി, ചേച്ചിന്റെ പിച്ചുമ്പയും പറയുന്നേ ഒന്നുമില്ല പ്രതാപ. ഞാനെന്തോ ഓർത്തതാ. അതൊന്നുമല്ല, കാര്യമായിട്ട് എന്തോ ചേച്ചി അലട്ടുന്നുണ്ട്, അതുറപ്പാ. ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? ഇതെന്താ രണ്ടുപേരും കൂടി ഒരു ചർച്ച? എന്തു പറ്റി പ്രഭേച്ചി? പാർവതിയുടെ കയ്യിൽ എന്തോ കണ്ടെന്ന്. ചേച്ചി അത് ആവശ്യപ്പെട്ടപ്പോ പാർവതിയും ഗാർഗിയും കൂടെ അതെവിടേക്കോ ഒളിപ്പിച്ചു എന്നൊക്കെയാ ചേച്ചി എന്നോട് പറഞ്ഞത്. സത്യമാണ് ചേച്ചി? അവളുടെ കയ്യിൽ പ്രഭേച്ചി എന്താ കണ്ടത്? എനിക്കത് വേണം, എനിക്കത് കിട്ടണം. ചേച്ചി അതെന്ന് മാത്രം പറഞ്ഞാൽ ഞങ്ങൾ എവിടുന്ന് സംഘടിപ്പിച്ചു തരാനാ? സാധനം എന്താണെന്ന് ചേച്ചി ഒന്ന് പറ. രണ്ടിന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ടാണെങ്കിലും ഞാനത് വാങ്ങിച്ചുതരാം. പറ. ചേച്ചി, പാർവതിയും ഗാർഗിയും കൂടെ ഗായത്രി ചേച്ചിയുടെ പഴയ പാത്രങ്ങൾ കഴുകുന്ന ഞാനാ ചേച്ചിക്ക് കാണിച്ചു കൊടുത്തേ. ഇനി ആ പാത്രങ്ങളെങ്ങാൻ ചേച്ചി ഉദ്ദേശിച്ചത് ആ പാത്രങ്ങളാണെങ്കിൽ ഞാനത് ഏറ്റു. അതാണെങ്കിൽ പ്രഭേച്ചി ഒരു വാക്ക് പറഞ്ഞാ പോരെ? ഞാനത് മുഴുവൻ പെറുക്കിയെടുത്ത് പ്രഭേച്ചിയുടെ മുമ്പേ കൊണ്ടുവയ്ക്കില്ലേ? എനിക്കെന്തിനാ ആ പാത്രങ്ങള്? ഞാനെന്താ ആഗ്രഹക്കച്ചവടം നടത്താൻ പോന്നോ? പിന്നെന്താ പ്രഭേച്ചിക്ക് വേണ്ടത്? അത് തുറന്നു പറ. എനിക്കത് മാത്രം മതി. പിന്നെ തുടങ്ങി. എന്റെ ചേച്ചി, അതെന്ന് പറയുന്ന സാധനത്തിന് ഒരു പേരില്ലേ? പ്രതാപ, ഗോപിയേട്ടനെ പോലെ പ്രഭേച്ചിയുടെ ബ്രെയിനും എന്തോ തകരാറ് പറ്റിയിട്ടുണ്ടെന്നാ എന്റെ ഒരു സംശയം. ഈ അടുത്ത ദിവസങ്ങളിൽ പ്രഭേച്ചി പലതും എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്. അതൊന്നുമല്ല, എന്തോ കണ്ട് പേടിച്ച പോലെ എനിക്ക് തോന്നുന്നു. എന്താണെന്ന് തുറന്നു പറഞ്ഞാലല്ലേ ഒരു പരിഹാരം കാണാൻ പറ്റൂ. ഇനി പ്രഭേച്ചിക്ക് സൗകര്യമുള്ളപ്പോ പറയും. ചേച്ചി, ഇനി പറ, എന്താ ചേച്ചിയുടെ പ്രശ്നം? പതിനാറ് വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ ഗായത്രി മരിച്ച ദിവസം, ശേഖർജി ഗോപിയേട്ടന് കൈമാറിയ പെട്ടി അത് ഞാൻ കണ്ടു. ചേച്ചി, ശേഖരളിയൻ ഗോപിയേട്ടന് പെട്ടി കൈമാറിയോ? അവര് കഴുകാൻ കൊണ്ടുപോയ ഗായത്രിയുടെ പഴയ പാത്രങ്ങളുടെ കൂട്ടത്തില് അതും ഉണ്ടായിരുന്നു. ഓ, വലിയ പെട്ടിയാണോ ചെറിയ പെട്ടിയാണോ? അല്ല, ആ പെട്ടിയിൽ കനത്തത് എന്തെങ്കിലും ഉണ്ടാവോ ചേച്ചി? കനത്തതല്ല പ്രതാപ, ആരും കണ്ടുകൂടാത്ത ഒന്ന്. അതാണ് എന്റെയും പേടി. ആരും കണ്ടുകൂടാത്തെന്ന് പറഞ്ഞ? ഓ, വിശാല്. ആ പെട്ടി വിശാലിന്റെ കയ്യിൽ എത്തിയാലോ? അതല്ലേ ചേച്ചിയുടെ ടെൻഷൻ? അങ്ങനെ സംഭവിച്ചാൽ അമ്മ പോയ വഴിയെ മകനെയും ഞാൻ പറഞ്ഞയക്കും. അതിന് പാർവതിയല്ല, സാക്ഷാൽ പരമശിവൻ അവന്റെ രക്ഷയ്ക്ക് വന്നാലും
ഒരു മാർക്കണ്ഡേയനാവാൻ അവനെ ഞാൻ സമ്മതിക്കില്ല. ഇത് രാത്രിയിലുള്ളത്. ഇത് അച്ഛന് രാവിലെ കഴിക്കാനുള്ളത്. ഇത് രാത്രിയുള്ളത്. രാവിലെ കഴിക്കാനുള്ളതില് മഞ്ഞള്. രാത്രി കഴിക്കാനുള്ളതില് കുങ്കുമം. അല്ല, ഇതെന്തിനാ ഈ മരുന്നിലൊക്കെ മഞ്ഞളും കുങ്കുമവും തൊടുന്നേ? ഇത് അച്ഛന് കഴിക്കാനുള്ള മരുന്നാ. രാത്രി കൊടുക്കാനുള്ളതും രാവിലെ കൊടുക്കാനുള്ളതും ഉണ്ട്. തിരിച്ചറിയാൻ വേണ്ടി അടയാളം ഇട്ട് വെച്ചതാ. ഈ കവറിന് പുറത്ത് നൈറ്റ് മോർണിംഗ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എന്താ കാര്യം വിശാലെ? ഇവൾക്ക് വായിക്കാൻ അറിയണ്ടേ? വായിക്കാൻ അറിയുന്നില്ലെങ്കിൽ എന്താ, സംഗതിയൊക്കെ മാനേജ് ചെയ്യുന്നില്ലേ? ഇതൊക്കെ ചെയ്യാനേ വലിയ പഠിപ്പൊന്നും വേണമെന്നില്ല ആന്റി. വകതിരിവുണ്ടായാൽ മാത്രം മതി. അങ്ങനെ പറഞ്ഞു കൊടുക്കു ബ്രോ. വകതിരിവെന്ന് കേട്ടിട്ടുണ്ടോ ദുശീലാന്റി? സോറി, എപ്പോഴും അങ്ങനെ നാവില് വരൂ. സുശീലാന്റി കേട്ടിട്ടുണ്ടോ? വകതിരിവെന്ന് പറഞ്ഞ പാർവതിക്കുള്ളതും ആന്റിക്കില്ലാത്തതും. നല്ലത് കണ്ടാലേ അപ്രീഷിയേറ്റ് ചെയ്യണം. എല്ലാത്തിനും കുറ്റം മാത്രം കണ്ടുപിടിക്കുന്നതേ വകതിരിവില്ലാത്തതുകൊണ്ടാ. വകതിരിവില്ലാത്തത് എനിക്കാണോ ഇവൾക്കാണോന്ന് ഞാനിപ്പോ തന്നെ തെളിയിച്ചു തരാം. രാത്രി കഴിക്കാനുള്ള മെഡിസിനും പകല് കഴിക്കാനുള്ള മെഡിസിനിലും നീ അടയാളം വെച്ചു. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള മെഡിസിൻ ഇല്ലേ, അത് നീ എങ്ങനെ തിരിച്ചറിയും? അടയാളം വയ്ക്കാത്തത് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത്. അത് അച്ഛന് റൂമിലിരിപ്പുണ്ട്. ചമ്മി 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 ആന്റി ചമ്മി ചമ്മി നാശമായി. എന്റെ ദുശീലാന്റി പിന്നെയും അങ്ങനെ തന്നെ നാവല് വരുവാ. അങ്ങനെ തന്നെ മതി. ഈ പാർവതിയെ തോൽപ്പിക്കാനേ പറ്റില്ല. കാരണം ഇവൾക്ക് ശുദ്ധ മനസ്സാ, സത്യസന്ധതയുള്ളവളാ. എന്ത് തന്നെ ആയാലും എഴുത്തും വായനയും അറിയാത്ത ഇവളെ ഹോം നേഴ്സായി ജോലി ഏൽപ്പിച്ചാ പിന്നെ കരയേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. പിന്നെ നിനക്ക് ഇത്രയും ബുദ്ധിയുണ്ടെന്ന് ഇവിടെ ആരും അറിഞ്ഞില്ല. എന്നെ കളിയാക്ക അല്ലേ? സത്യമായിട്ടും അല്ല. നിന്റെ ഈ ഐഡിയ എനിക്ക് ശരിക്കും ഇഷ്ടമായി. ഐഡിയ മാത്രമേ ഇഷ്ടമായുള്ളൂ, ഐഡിയയുടെ ഉടമ ഇഷ്ടമായില്ല.
അച്ഛാ, അച്ഛൻ എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല. ഈ വയസ്സാം കാലത്ത് ഞാൻ എന്താ ആലോചിക്കാനാ? അച്ഛൻ എന്നു മുതലാ കള്ളം പറയാൻ തുടങ്ങി? അച്ഛൻ ഒന്നും ആലോചിച്ചില്ല എന്ന് പറയുന്നത് കള്ളമല്ലേ? പാറൂട്ടിയെ കുറിച്ചല്ല അച്ഛൻ ഇപ്പൊ ആലോചിച്ചത്. മോളെ, നിർദോഷമായ കള്ളം പറയുന്നത് കള്ളമായി കണക്കാക്കില്ല. മോള് പറഞ്ഞത് സത്യമാ. ഞാന് പാറൂട്ടിയെ കുറിച്ച് തന്നെ ആലോചിച്ചത്. അവളെ കാണാൻ കണ്ണു കൊതിക്കുന്നുണ്ടല്ലേ? എനിക്കും അതെ. എത്ര നാളായി അവളെ ഒന്ന് കണ്ടിട്ട്. ഉത്സവകാലമായി. അവളിവിടെ ഉണ്ടായിരുന്നപ്പോ ക്ഷേത്രത്തിൽ കൊടിയേറിയാൽ ഇവിടെയും കൊടിയേറുമായിരുന്നു. പിന്നൊരു പൂരമല്ലായിരുന്നു. ഇനി അതുണ്ടാവില്ലല്ലോ എന്നോർത്തപ്പോ ഒരു പ്രയാസം. നമുക്ക് അതുവരെ ഒന്ന് പോയാലോ? അച്ഛാ, അത് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായിട്ടും ആചാരപ്രകാരമുള്ള പോക്കുവരവൊന്നും നമ്മൾ നടത്തിയിട്ടില്ലല്ലോ. ആ കുടുംബത്തിന്റെ അന്തസ്സിനൊത്ത് ഒന്നും കൊടുക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. മാത്രമല്ല, പാറുവിനെ ഉൾക്കൊണ്ടതുപോലെ നമ്മളെയൊക്കെ ഉൾക്കൊള്ളുമെന്നാ എനിക്ക് സംശയം. അങ്ങനെ ഒരു സംശയവും വേണ്ട. ഞാനൊരു പ്രാവശ്യം അവിടെ പോയതല്ലേ. വിശാൽ മോനെ എന്നോട് എന്ത് സ്നേഹമായിരുന്നെന്നോ. അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സ്വത്തല്ലേ നമ്മൾ കൊടുത്തത്, നമ്മുടെ പാർവതി മോളെ. അതിൽ കൂടുതൽ അവർക്കിനി എന്ത് കിട്ടാനാ? എന്നാലും നാട്ടുനടപ്പെന്നൊന്നും ഇല്ലേ അച്ഛാ? ഉദയനൂരമ്മ എന്തെങ്കിലും ഒരു വഴി കാണിക്കാതിരിക്കില്ല. എന്താണ് രണ്ടുപേരും കൂടെ ഒരു ഗൂഢാലോചന? എന്റെ കല്യാണക്കാരിയാണോ? ദേ, ചേച്ചിയുടെ കല്യാണം പോലെ ഒരു ചുമ്മാ കല്യാണത്തിനൊന്നും ഞാൻ നിന്ന് തരില്ല. ഈ നാടിളകി മറിയുന്ന ഉദയന് ഒരു ഉത്സവം പോലെ ആയിരിക്കണം എന്റെ കല്യാണം. വേണമെങ്കിൽ ഒരു വെടിക്കെട്ട് ആവാം. അതെങ്ങനെയൊക്കെ വേണമെന്ന് ഞങ്ങള് തീരുമാനിച്ചോളാം. നിന്റെ അഭിപ്രായമൊന്നും വേണ്ട. അതെന്ത് വർത്താനം അമ്മേ? എന്റെ കല്യാണത്തിന് എനിക്ക് അഭിപ്രായം പറയാൻ പറ്റില്ലേ? മതി മതി, ഇനി അതിനെ ചൊല്ലിയൊരു തർക്കം വേണ്ട. ദേ, മോളുടെ ഇഷ്ടം പോലെ എല്ലാം നടക്കാൻ ഉദയന്നൂരമ്മയെ മനസ്സുരുകി പ്രാർത്ഥിച്ചോളൂ. ഇതാണ് എന്റെ മുത്തശ്ശൻ. ഞാൻ തൊട്ടപ്പോ പ്രഭേച്ചി ഞെട്ടിപ്പോയല്ലോ. പ്രഭേച്ചി ഈ ലോകത്തൊന്നും അല്ലേ? ഞാൻ എന്തോ ആലോചിച്ച് നിന്നുപോയതാ. എന്തോ ആലോചിച്ച് നിന്നൊന്നുമല്ല, കാര്യമായിട്ട് ആലോചിച്ച് നിൽക്കുകയായിരുന്നു. അതും വളരെ പ്രധാനപ്പെട്ട എന്തോ ഒന്നിനെ കുറിച്ച്. ആ ലോകത്തൊന്നും പ്രഭേച്ചി ഇപ്പോഴും തിരിച്ചു വന്നിട്ടില്ലെന്ന് ഈ മുഖം കണ്ടാ മനസ്സിലാവും. എന്താ പ്രഭേച്ചി? എന്നോട് പറയാവുന്നതാണെങ്കിൽ പറയാം. ഒന്നുമില്ല സുശീലേ. എന്റെ മുഖത്തെ ടെൻഷൻ മറ്റുള്ളവര് തിരിച്ചറിയും. ഇനി അതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കുന്നതാ നല്ലത്. ഗോപിയേട്ടന്റെ കാര്യങ്ങള് പ്രഭേച്ചിക്ക് നോക്കിയാ പോരെ? നീ എന്താ അങ്ങനെ പറയുന്നത്? ഗോപിയേട്ടന്റെ കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാനൊരു പരാതിയായിട്ട് പറഞ്ഞതല്ല പ്രഭേച്ചി. ഗോപിയേട്ടന് പാർവതി മരുന്നെടുത്ത് കൊടുക്കുന്നത് കണ്ടിട്ടാ ഞാൻ വരുന്നത്. എഴുത്തും വായനയും അറിയാത്ത അവളെ ഇത് ഏൽപ്പിച്ച മരുന്ന് മാറിപ്പോയാ ഗോപിയേട്ടന് അപകടം സംഭവിക്കില്ലേ? അതാ ഞാൻ ചോദിച്ചത്.
ഞാൻ ശ്രദ്ധിച്ചോളാം. അവള് പക്ഷെ ബുദ്ധിമതിയാ. രാത്രി കൊടുക്കേണ്ട ടാബ്ലറ്റും പകല് കൊടുക്കേണ്ട ടാബ്ലറ്റും മാറിപ്പോകാതിരിക്കാൻ വേണ്ടി മഞ്ഞളും കുങ്കുമവും കൊണ്ട് മരുന്ന് കവറിൽ അവൾ അടയാളം വെച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസം ഇല്ലെങ്കിലും കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ അവൾക്കറിയാം. ഗായത്രി ചേച്ചിയുടെ ഫുൾ ഗെറ്റപ്പിൽ അവൾ നടക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ എല്ലാരെക്കാളും നല്ല ഡ്രസ്സും ഓർണമെന്റ്സും ഇട്ട അവളുടെ നടപ്പ്. ഗോപിയേട്ടന് അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞത് അവൾക്ക് ഗുണമായി തീർന്നു. ഇനി ഗോപിയേട്ടനെ നോക്കുന്ന ചുമതല കൂടി അവളെ ഏൽപ്പിച്ച പതിയെ ഗോപിയേട്ടനെ അവള് മൊത്തമായും കയ്യിലെടുക്കും. രണ്ടു കാലിൽ നിവർന്നു നിൽക്കുന്ന പരുവമായാൽ അവൾക്ക് വേണ്ടി പ്രഭേച്ചിയെ ഗോപിയേട്ടൻ ഇവിടുന്ന് അടിച്ചിറക്കും. അതിനിട വരുത്താതെ ഏട്ടന്റെ കാര്യങ്ങള് പ്രഭേച്ചി തന്നെ നോക്കിയാൽ മതി. പ്രഭേച്ചിയുടെ നല്ലതിനു വേണ്ടിയാ ഞാൻ ഈ പറയുന്നത്. സരളിച്ച് വരാത്തോണ്ടേ അടുക്കള പണി മുഴുവൻ ഞാൻ തന്നെയാ ചെയ്ത്. അതാ കുറച്ച് വൈകിയത് കേട്ടോ. അച്ഛന് വിശന്നായിരുന്നോ? വാ തുറക്ക, വാ തുറക്കച്ചാ. ആഹാരം കഴിച്ചിട്ടല്ലേ മരുന്ന് കഴിക്കാൻ പറ്റൂ. ദേ, അച്ഛൻ വാ തുറന്നില്ലെങ്കിൽ ഞാൻ പിണങ്ങുവേ. ഞാൻ പിണങ്ങിയ അച്ഛന് വിഷമാവില്ലേ? ഞാൻ അച്ഛന്റെ മോളല്ലേ. വാ തുറക്ക, ആ തുറക്ക. അതെ, കൈ വൃത്തിയായിട്ട് കഴുകിയിട്ട് തന്നെയാണോ നീ ഗോപിയേട്ടന് ആഹാരം കൊടുക്കുന്നത്? ഞാനിപ്പോ കുളിച്ചതേ ഉള്ളൂ. ഓ, മാത്രമല്ല ഞാൻ സ്പൂണ് കൊണ്ട് കോരിക്കൊടുക്കല്ലേ. അല്ല, ഞാൻ ചോദിച്ചോന്നേ ഉള്ളൂ. സുഖമില്ലാത്ത ആളല്ലേ? അഴുക്ക് പിടിച്ച കൈയോ പാത്രങ്ങളോ ഉപയോഗിച്ചാലേ അതിന് പിന്നെ നമ്മൾ വേറെ ചികിത്സ ചെയ്യേണ്ടി വരും. സുഖമില്ലാത്ത ആളാണെന്ന് എപ്പോഴും പറയുന്ന എന്തിനാ അമ്മേ? അച്ഛന്റെ വിഷമം അധികമാവുകയല്ലേ ചെയ്യാ? അച്ഛാ, അച്ഛൻ അങ്ങനെ വലിയ സൂക്കേടൊന്നുമില്ല. ഡോക്ടർ തന്ന മരുന്നുകള് കൃത്യമായിട്ട് കഴിച്ചു കഴിഞ്ഞാ അച്ഛൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും. നോക്കിക്കോ. ഞാൻ ഉദയനൂരമ്മയോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. ഓ, പിന്നെ ഗോപിയേട്ടൻ ഇനി ഈ കിടപ്പിന്ന് എഴുന്നേക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.